പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി തിരഞ്ഞെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വത്സല്യ കർത്താവിൻ്റെ ദാസൻ ജോർജ് പാസ്റ്റർ കുടുംബം എല്ലാവർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ മാർച്ചിൽ ഒരു സഭായോഗത്തിൽ നിങ്ങളോട് ഒരുമിച്ച് സംബന്ധിപ്പാൻ കർത്താവ് അവസരം നൽകി തന്നത് പെട്ടെന്ന് വന്ന് പോയതുകൊണ്ട് ആരെയും പരിചയപ്പെടാനോ നിങ്ങളുടെ ഒന്നും മുഖം എൻ്റെ മനസ്സിലില്ല. പാസ്റ്ററിൻ്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പ്ലീസില്ല. ഈ പ്രാവശ്യം 3 ദിവസത്തെ ഈ പ്രത്യേക മീറ്റിങ്ങിൽ ഒന്നിച്ച് പരിചയപ്പെടുവാനും ദൈവദിനത്തിൽ സന്തോഷിക്കുവാനും ആത്മാവിൽ ബലപ്പെടുവാനും നമ്മുടെ ശക്തി ഒന്ന് പുതുക്കുവാൻ ഈ മീറ്റിംഗ് കാരണമാകണം. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചു വേണം ദൈവമക്കൾ ഓരോ സെക്ഷനുകളിലും കടന്നു വരുവാൻ. നമ്മുടെ നില അനുസരിച്ച കർത്താവ് ഏത് കാലഘട്ടത്തിലും ഇടപെടുന്നത്. പണ്ടൊരു രാജ്യത്തൊരു വലിയ ഉണക്കുണ്ടായി, വറവുണ്ടായി. അതങ്ങ് ശക്തമായപ്പം കിണറുകൾ വറ്റി, ഉറവകൾ വറ്റി. രാജ്യത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ട്. രാജാവിന് ചൂട് സഹിക്കാൻ വയ്യ. മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കണം. മന്ത്രി ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. രാജാവിൻ്റെ ഹൃദയം തണുത്തെങ്കിൽ മാത്രമേ ആ രാജ്യം നന്നായിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഓർഡർ ഇട്ടു, വെള്ളം എവിടെയുണ്ടെന്ന് ആളുകൾ പറയണം. ഇങ്ങനെ അന്വേഷിച്ച് എന്നപ്പോൾ ഉൾവനത്തിൽ, കൊടും വനത്തിൽ കുറേ വെള്ളം കിടപ്പുണ്ട്. പക്ഷേ ഈ വെള്ളം എങ്ങനെയാണ് കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത്? കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവരുന്നത്. ബുദ്ധിമാനായി മനുഷ്യൻ കൊട്ടാരത്തിൻ്റെ 4 ചുറ്റിലും ചെറിയ തോട് വെട്ടിയിട്ട് വനത്തിൽ നിന്ന് ചെറിയ കൈത്തോട് പോയി വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊട്ടാരത്തിന് ചുറ്റും വെള്ളം ഒഴുകാൻ തുടങ്ങി. ഒരു സന്ധ്യാസമയമായപ്പോൾ കൊട്ടാരത്തിന് ചുറ്റും ഇങ്ങനെ വെള്ളം ഒഴുകുക. ഒരു തണുത്ത കാറ്റടിച്ചപ്പം കൊട്ടാരം ഒന്ന് തണുത്തു, രാജാവിൻ്റെ മനസ്സും ഒന്ന് തണുത്തു. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്ത എന്താ? ചൂടില്ലാത്തതുകൊണ്ട്, എ സിക്കകത്തിരിക്കുന്നുണ്ട്. സ്വതന്ത്രം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒഴുക്കങ്ങ് നിന്നു, വെള്ളം നിന്നു. രാജാവിന് ചൂട് സഹിക്കാൻ വയ്യ. രാജാവ് വീണ്ടും വിളിച്ചു പറഞ്ഞു, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കണം. വെള്ളം ഇങ്ങനെ കൊണ്ടുവരാനില്ലിപ്പോൾ. അപ്പോൾ ബുദ്ധിമാനായ മന്ത്രി വീണ്ടും ഓർഡർ ഇട്ടു, നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കൊണ്ടുവരാമോ എവിടുന്നെങ്കിലുമൊക്കെ വെള്ളം കൊണ്ടുവരണം. രാജാവിൻ്റെ ഒരു ഓർഡർ വിടാം. ചില ആളുകൾ വലിയ കാളവണ്ടിയൊക്കെ ഹയർ ചെയ്ത് വലിയ കുട്ടകത്തിനകത്ത് വെള്ളം ദൂരേന്ന് കൊണ്ടുവരിക. കുട്ടകത്തിനകത്ത്, വലിയ കുട്ടകത്തിനകത്ത് വെള്ളം കൊണ്ടുവരിക. ചില ആളുകൾ വലിയ കലത്തിൽ കാൽനടയായി ചുവന്ന് വെള്ളം കൊണ്ടുവരിക. ചില ബക്കറ്റിൽ കൊണ്ടുവരിക. ചെറിയ ചെറിയ കലങ്ങളിൽ കൊണ്ടുവരിക. ഇതിനകത്ത് വില്ലന്മാരുണ്ടായിരുന്നു. പുള്ളി സെൻറ്റ് കുപ്പിക്കകത്ത വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവരണമെന്നല്ല പറഞ്ഞുള്ളൂ, ഇത്ര അളവ് കൊണ്ടുവരണമെന്ന് വല്ലതും പറഞ്ഞോ? സെൻറ്റ് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നു. അതും കൊണ്ടുവന്ന് കൊട്ടാരത്തിന് ചുറ്റും ഒഴിച്ചപ്പം വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒഴുകാൻ തുടങ്ങി. ഒരു കാറ്റടിച്ചപ്പം രാജാവിൻ്റെ മനസ്സും ഹൃദയവും തണുത്തു. ആളുകളൊക്കെ വളരെ ദൂരെ നിന്നാണ് വന്നത്. അവർ തിരിച്ചു പോവുക. അപ്പം രാജാവ് ഓർഡർ ഇട്ടു, ആരും പോകണ്ട, അവിടെ നിൽക്കാൻ പറഞ്ഞു. മന്ത്രിയോട് പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട് വെള്ളമില്ലാത്ത സമയത്ത് അഹോരാത്രം പണിയെടുത്ത് ഈ ഒരു വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മനസ്സും ശരീരവും തണുപ്പിച്ചതാണ്. വെറും കൈയായിട്ട് പോകണ്ട, രാജഭണ്ഡാരത്തിൻ്റെ കലവറ തുറക്കാൻ പറഞ്ഞു. സ്തോത്രം.
അവര് കൊണ്ടുവന്ന പാത്രം അനുസരിച്ച് സ്വർണവും വെള്ളിയും നിറയ്ക്കാൻ പറഞ്ഞു. ഇനിയെങ്കിലും ഒരു സ്തോത്രം പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ കാളവണ്ടിയിലൊക്കെ വലിയ കുട്ടകത്തിനകത്ത് വണ്ടി ഹയർ ചെയ്ത് വന്ന ആളുകളുടെ കുട്ടകം മൊത്തം സ്വർണവും വെള്ളിയും കൊണ്ടങ്ങ് നിറച്ചു. സ്തോത്രം. വലിയ കലത്തിൽ കൊണ്ടുവന്നവര് അവൻ സ്തോത്രം അത് നിറച്ചു, സ്വർണവും വെള്ളിയും നിറച്ചു. ബക്കറ്റിൽ കൊണ്ടുവന്നവർ അങ്ങനെ. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് സെന്റ് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നവനെ നെഞ്ചത്തടിച്ചു. ദൈവമേ, ഇച്ചിരി കൂടെ നല്ലൊരു പാത്രമായിരുന്നെങ്കിൽ കടം മാറത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ 3 ദിവസക്കാലം ദൈവജനത്തിൻ്റെ മർമ്മങ്ങളുടെ മുമ്പിൽ, ദൈവിക വിടുതലിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് നിശ്ചയമായിട്ട് നിങ്ങളോട് കർത്താവ് സംസാരിക്കും. ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഇവിടെ ഉണ്ടാകും. ചിലരാത്മാവിൽ നിറയും. ഹല്ലേലൂയ. ചില കൊതികളെ ദൈവം അവൻ നിറയ്ക്കാൻ പോകുകയാണ്. ചില വ്യക്തിത്വങ്ങളെ ദൈവാത്മാവ് തൊടാൻ പോകുകയാണ്. ചില ശരീരങ്ങളെ ദൈവാത്മാവ് തൊടാൻ പോകുക. വർഷങ്ങളുടെ പഴക്കമുള്ള ചില രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായിട്ടിടയാൽ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചകൾ നടക്കും. ഹുദരമനഹദനമശംധരാധന. കൃപ പ്രാപിച്ച എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്പസമയം അന്യഭാഷയെ സംസാരിച്ചു തുടങ്ങിക്കാട്ട്. അന്യഭാഷയിൽ 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 സംസാരിച്ചു തുടങ്ങിക്കാട്ട്. അന്യഭാഷയിൽ അന്യഭാഷയിൽ പാടണമോ? അന്യഭാഷയിൽ പാടി തുടങ്ങാം. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കണമോ? അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങാം. റമനഹംദര. കൈയടിക്കണമോ? കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആത്മാവിൽ നൃത്തം ചെയ്യണമോ? ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. എങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുമോ അത്രത്തോളം സാന്നിധ്യം ദൈവത്തിന്റെ ജനം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ നിറവിൽ ആത്മാവിന്റെ ശക്തിയിൽ ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവം, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുന്നു. ഈ മീറ്റിങ്ങിന്റെ പ്രാരംഭ രാത്രിയിലേക്ക് കടന്നു വരുന്നു. വചനത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നല്ലോ. വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ഹൃദയമാവുന്ന മാംസപ്പലകയിൽ ശക്തമായിട്ട് ആ വചനം എഴുതിട്ട് കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ജനം ഒരു കൊള്ള പങ്കിടുന്ന ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ ഈ മീറ്റിങ്ങിൽ സന്തോഷിപ്പാനിടയാകണം. ഭാരങ്ങൾ മറന്ന്, വേദനകൾ മറന്ന് ആത്മാവിൽ സന്തോഷിക്കട്ടെ കർത്താവേ. കർത്താവ് ഞങ്ങളുടെ വാസമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയൊരു ദാസനായിട്ട്, കുടുംബത്തിനായിട്ട്, ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിലും കൂട്ടിക്കൊണ്ടുവന്ന ദൈവമക്കൾക്കായി സ്തോത്രം. വരാനുള്ള എല്ലാവരെയും തക്ക സമയത്ത് കൊണ്ടുവന്നാട്ട് കർത്താവേ. ശത്രു ആരെയും തടയല്ലേ, വാഹനങ്ങൾക്കൊരു തടസ്സങ്ങൾ ഉണ്ടാകല്ലേ. ദൈവം ഉദ്ദേശിച്ച എല്ലാവരും കടന്നു വരട്ടെ കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങളുടെ അവകാശങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്തെ ഞങ്ങൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ദിവസങ്ങളിലെ വചനത്തിൻ്റെ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ്
എന്നെ ഏൽപ്പിച്ച സന്ദേശം എഫീസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 to 23. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കും. ആമേൻ. നല്ല വചനത്തിനായിട്ട് കരവും മനസ്സും ഒക്കെ ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ 49-ാമത്തെ പുസ്തകമാണ് എഫേസ്യ ലേഖനം. 6 അധ്യായങ്ങളിലായിട്ട് ഏതാണ്ട് 154 വാക്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എഴുത്തുകാരൻ ധന്യനാകുന്ന പൗലോസ്ലീഹയാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 പുസ്തകങ്ങളും ലേഖനങ്ങളാണ്. ഈ 21 ലേഖനങ്ങളിൽ എബ്രായ ലേഖനത്തെക്കുറിച്ച് വേദചിന്തകന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും പൗലോസ് എഴുതി എന്ന് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്, അഭിപ്രായപ്പെടുന്നത് കൊണ്ട് 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളും ധന്യനാകുന്ന പൗലോസ്ലീഹയാണ് എഴുതുവാനായിട്ടിടയായത്. പൗലോസിന്റെ ലേഖനങ്ങളെ പ്രധാനമായിട്ടും 4 വിഭാഗത്തിലാണ് നമ്മൾ തിരിച്ച് പഠിപ്പിക്കുന്നത്. 1-ാമത്തെ വിഭാഗം ലേഖനങ്ങൾ രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്, സൊറ്റീരിയോളജിക്കൽ എപ്പിസിൽസ്. ഇതിൽ പ്രധാനമായിട്ടും റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം. സ്തോത്രം. ഈ ലേഖനങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. 2-ാമത്തെ വിഭാഗമാണ് ക്രിസ്റ്റോളജിക്കൽ എപ്പിസിൽസ്, ക്രിസ്തു ശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലൂസ് ഇത് എഴുതുവാനായിട്ടിടയായത്. അതുകൊണ്ട് വിളിപ്പേര് കാരാഗൃഹ ലേഖനങ്ങൾ എന്ന 4 പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. എബ്രായ ലേഖനവും ഇതിനകത്ത് ചേർക്കാൻ പറ്റും. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനവും. ക്രിസ്തു ശാസ്ത്രപരമായിട്ടുള്ള ദൂതാണല്ലോ എബ്രായ ലേഖനത്തിന്റെ കാതൽ, സകലത്തെക്കാളും മീതെ ക്രിസ്തു. അപ്പം അതും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. 3-ാമത്തെ വിഭാഗമാണ് സഭാ തത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ, എക്ലീഷിയോളജിക്കൽ എപ്പിസ്റ്റൽസ്. ഇതിൽ പ്രധാനമായിട്ടും 1-2 തിമോത്തിയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനം. ഈ ലേഖനങ്ങളുടെ ഒരു ക്രോഡീകരണം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. 4-ാമത്തെ വിഭാഗമാണ് അന്ത്യകാല ശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ, എസ്കറ്റോളജിക്കൽ എപ്പിസിൽസ്. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ്, ഭാവികാല സംഭവങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ചുരുങ്ങിയ സംക്ഷിപ്തമായ രീതിയിൽ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് വരച്ചു കാട്ടുവാനായിട്ടിടയാകും. ഇങ്ങനെയാണ് പൗലോസിന്റെ ലേഖനങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ തിരിക്കുന്നത്. സ്തോത്രം. അടുത്ത ദിവസത്തെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പേന വേണം, ഒരു ബുക്ക് വേണം, ഒരു ബൈബിളും വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം. നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്തോത്രം. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ നല്ല ഓർമ്മശക്തി ഉള്ളവരാ, നല്ല ഐക്യമുള്ളവരാ. എങ്ങനെയായാലും വചനം ശ്രദ്ധിച്ചാൽ മാത്രം മതി. വചനം നമുക്ക് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 കാര്യങ്ങൾ, പ്രാരംഭ സെക്ഷനാണല്ലോ, അപ്പോൾ ഒരു ഉണർവ് നമുക്ക് വേണമെങ്കിലും വചനത്തിലോട്ടുള്ള ഉണർവാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസ്
കിട്ടണം. അപ്പം പ്രാരംഭമായ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കാതലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഈ 3 ദിവസം നമ്മൾ ഈ വചനത്തിൽ നിന്നുകൊണ്ടാണ് സന്തോഷിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിത്തീരണം. എഫെസോസ് പട്ടണത്തെ പറ്റി ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള ഒരു ചിത്രീകരണം ഞാൻ തരട്ടെ. BC 800 ഹിത്യരാലാണ് ഈ പട്ടണം പണിയപ്പെട്ടത്. പുരാതന റോം കഴിഞ്ഞാൽ ലോകത്തിലെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. സ്തോത്രം. ഈജിയൻ കടൽ തീരത്ത് നിന്ന് 3 മൈൽ അകലെയായിട്ട് കെയ്സ്റ്റർ നദീതീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. പുരാതന ലോകത്തിലെ 7 അതിശയങ്ങളിൽ 7 അതിശയങ്ങളിൽ ഒന്നായ ഡയാനയുടെ, അർത്തമിസിന്റെ ഒരു വലിയ ക്ഷേത്രം ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ദൂതിനകത്ത് ഇതെല്ലാം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഞാൻ നൽകി തരുന്നത്. ഇത് സാധാരണ ഒരു ക്ഷേത്രമല്ല. 424 അടി നീളം, 220 അടി വീതി, 60 അടി ഉയരം, ബൃഹത്തായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് അവിടെ ഉണ്ടാകുവാനായിട്ടിടയായത്. അവിടെ ആരാധന എന്ന് പറയുന്നത് ധാർമ്മിക അധപ്പതനത്തിൻ്റെ സ്തോത്രം ഒരാരാധനയാണ്. ദേവദാസി സമ്പ്രദായങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് കുറ്റവാളിയും ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തിനകത്ത് കയറിയാൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ധാർമ്മികമായിട്ടും വളരെ അധപ്പതിച്ച ഒരു പട്ടണമായിരുന്നു ഈ എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. കുറ്റവാളികളുടെ അഭയ കേന്ദ്രമായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കേന്ദ്രഭാഗമാണ് ഈ എഫെസോസ് എന്ന് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഏലസ്, അതിന് രക്ഷയെന്നാണ് പറയുന്നത്. ഇത് വാങ്ങിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും ആളുകൾ അവിടെ കടന്നു വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 24,000 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു സ്റ്റേഡിയം അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മേൽവിചാരകനാണ് ആസ്യാധിപന്മാരെന്ന് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി വിശദീകരിക്കുന്നില്ല. 6 വ്യത്യസ്തരായ ജാതികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് എഫെസോസ് എന്ന് പറയുന്നത്. അപ്പം ആ പട്ടണത്തെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ ചിത്രം ഞാൻ നൽകി തരുവാനായിട്ടിടയായി. ഇനിയും പൗലോസും സഭയുമായിട്ട് എഫെസോസുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ പൗലോസിന്റെ 2ാം മിഷണറി യാത്ര നമുക്ക് കാണുവാനായിട്ടിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം 2ാം മിഷണറി യാത്രയിൽ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ എത്തിച്ചേരുവാനായിട്ടിടയായി. നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ ഭാഗം ഓർപ്പിക്കാം. 18-ാമത്തെ വാക്യം മുതലാണ് കാണുവാനിടയാകുന്നത് 22-ാമത്തെ വാക്യം വരെ. അപ്പം 2ാം മിഷണറി യാത്രയുടെ സമാപന വേളയിൽ അവസാന സമയങ്ങളിൽ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ ചെല്ലുവാനായിട്ടിടയായി. അവിടുത്തെ ആളുകൾ പൗലോസിന്റെ പ്രസംഗം കണ്ട്, ശുശ്രൂഷയുടെ നില കണ്ട് കുറേ നാളുകൾ അവിടെ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പൗലോസിനത് ആത്മനിയോഗമില്ലാത്തത് കൊണ്ട് സ്തോത്രം, അപ്പൊല്ലോസ് വാഗ്മിയാണ്, ശക്തനായ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു വാഗ്മിയായിരുന്നു അപ്പൊല്ലോസ്. അപ്പൊല്ലോസിനെ അവിടെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പൗലോസ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ടിടയായി. എന്നാൽ 3ാമത്തെ മിഷണറി യാത്ര പൗലോസ് ക്രമീകരിച്ചിരിക്കുന്നത് എഫെസോസിലേക്കായിരുന്നു. പൗലോസിന്റെ 1ാമത്തെ മിഷണറി യാത്ര ഏഷ്യ മൈനർ ആയിരുന്നു, ആസിയായിരുന്നു. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്ര ഗ്രീസ്, അഖായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഗ്രീസിലായിരുന്നു 2ാമത്തെ മിഷണറി യാത്ര, കോരിന്ത് ഉൾപ്പെടെയുള്ള അഖായ പട്ടണങ്ങളിൽ. 3ാമത്തെ മിഷണറി യാത്ര എന്ന് പറയുന്നത് ഏഷ്യ മൈനറിന്റെയും ഗ്രീസിന്റെയും ഒത്തുനടുക്ക് കിടക്കുന്ന എഫെസോസ് എന്ന് പറയുന്ന അനേക ആളുകൾ ജനനിബിഡമായി തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്താണ് മിഷണറി വീരൻ തൻ്റെ മിഷണറി യാത്ര
ക്രമീകരിക്കുവാനായിട്ടിടയായത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, മാനുഷികമായ ഒരു കൈകടത്തലുകളല്ല, മാനുഷികമായ ചിന്തകളല്ല, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ഗൈഡൻസില് ശുശ്രൂഷ ക്രമീകരിക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ടിടയാകുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, മാനുഷിക പദ്ധതികൾ പരാജയപ്പെട്ടേക്കാം, മാനുഷിക ചിന്തകൾ പരാജയപ്പെട്ടേക്കാം, കണക്കൂട്ടലുകൾ പരാജയപ്പെട്ടേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആമൻ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്താൽ, തലമുറയെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ 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 പ്രവർത്തന മേഖലകളെ ഏൽപ്പിച്ചു കൊടുത്താൽ പരാജയപ്പെടുവാൻ കഴിയാതെ വന്ന ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരുന്ന രാത്രിയായിട്ട് മാറുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി ചേർന്ന് പറയട്ടെ, കർത്താവേ, എന്റെ ആയുസ്, എന്റെ ഭാവി, എന്റെ ശുശ്രൂഷ, എന്റെ തലമുറ, എന്റെ കുടുംബം അങ്ങയുടെ ഹിതം വിട്ടൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നവര് ആ കരം ഉയർത്തി അല്പസമയങ്ങൾ ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ട്. രണ്ടാമത്തെ മിഷൻ യാത്രയിൽ പൗലോസ് ഒരു ചുരുങ്ങിയ സമയമേ എഫെസോസിൽ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ മിഷൻ യാത്രയിൽ 3 വർഷത്തോളം പൗലോസ് എഫെസോസിൽ ഉണ്ടായിരുന്നു. പൗലോസ് അവൻ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എഫെസോസിൽ എത്തിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയ ഗ്രൂപ്പ് ആൾക്കാരെ അവിടെ കാണുവാനായിട്ടിടയായി. അവരെ കണ്ടപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ആ വാക്യം ഒന്ന് വായിച്ചേ, 19-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. അപ്പൊല്ലോസ് കൊരിന്തിൽ ആ ആ ആ ആ അപ്പോൾ ഒരു വിശ്വാസിയെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ എന്താ ചോദിക്കുന്നത്? ഡയബറ്റിക് എങ്ങനെയുണ്ട്, ഏത് മരുന്നാണ് എടുക്കുന്നത്, ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു, കൊളസ്ട്രോൾ ഉണ്ടോ, സ്വത്രം, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ സ്റ്റൈലൊന്ന് മാറാൻ പോവുക. ഇനി എന്താ ചോദിക്കാൻ പോവുക? എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ എന്നെ രാവിലെ വിളിച്ചിട്ട് ചോദിക്കുക, പാസ്റ്റേ കൃപയെ തന്നെ ആണോ എന്ന്. രസികനാ അദ്ദേഹം. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കണേ. ഓക്കെ. പൗലോസ് ഇവരെ കണ്ടപ്പോൾ ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറയും, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഒരു യോഹന്നാന്റെ ശിഷ്യന്മാരാ. അപ്പൊ പൗലോസിന് സംശയം, ഇവിടെ സ്നാനം ഏതാ? ഇവിടെ സ്നാനം വാസ്തവത്തിലെ സ്നാനപ്പെടാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങുമ്പം പലരും കേൾക്കത്തില്ലെങ്കിലും ദൈവദാസൻ പറയുന്നൊരു വാചകമുണ്ട്. ചില്ലിയായിരിക്കുക ഈ വെള്ളത്തിൽ മുക്കുമ്പം ശ്വാസം മുട്ടി ചാവുമെന്നുള്ള പൈസലോ വെപ്രാളത്തിലാ ഈ സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാനായിട്ടിടയാകുന്നത്. സ്തോത്രം സ്തോത്രം. പണ്ടൊരു വീട്ടിലെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്തോത്രം സ്നാനം നടന്നിട്ടില്ല. മക്കളെല്ലാവരും സ്നാനപ്പെട്ടു. അവരെല്ലാം അമേരിക്കയിലും UK-യിലും പല സ്ഥലങ്ങളിലാണ്. അപ്പം എല്ലാ അവധിക്കും വരുമ്പം ഈ അപ്പച്ചനോടും അമ്മച്ചിയോടും ഈ രക്ഷയെപ്പറ്റി പറയും, സ്നാനത്തെ പറ്റി പറയും. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അമ്മച്ചിക്ക് അങ്ങ് സ്നാനപ്പെടണമെന്ന് അങ്ങ് തോന്നി. പിള്ളേർക്കങ്ങ് ഭയങ്കര സന്തോഷം. എത്ര നാളായിട്ട് പറയാമെന്നറിയാം. അമ്മച്ചി സ്നാനപ്പെടുമ്പോൾ അപ്പച്ചൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. സ്തോത്രം. അപ്പം സ്നാനമൊക്കെ തീരുമാനിച്ചു. ദൈവദാസന്മാരെ വിളിച്ചു, ആളുകളെ വിളിച്ചു. ഒരു വലിയ ആഘോഷം പോലെ. അവർ വിദേശത്തുനിന്ന് വന്നതല്ലേ, വീഡിയോ എടുക്കാനൊക്കെ പ്രത്യേകം ആൾക്കാരെ കൊണ്ടുവന്നു. കാരണം അമേരിക്കയെ കൊണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പച്ചൻ ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. സ്തോത്രം. അപ്പച്ചൻ ആരും അറിയാതെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് ഒരു ബാഗിനകത്ത് സൂക്ഷിച്ചു. അപ്പച്ചൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല. അമ്മച്ചിയുടെ സ്നാനം കഴിഞ്ഞ് വേറെ 1-2 പേരുടെ സ്നാനം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ സ്നാപകൻ വെള്ളത്തിൽ നിന്ന് ചോദിച്ചു. സ്തോത്രം. സ്നാപകനുണ്ട്, സ്നാനജലമുണ്ട്, ഇത്രയും ദൈവമക്കളുണ്ട്, സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പച്ചൻ നല്ല കൂളായിട്ട് ചാടി ഇറങ്ങി വെള്ളത്തിലോട്ടങ്ങി ചെന്നു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഇതുവരെ എതിർത്ത് നിന്ന മനുഷ്യൻ താണ്ട് ആരും പറയാതെ വെള്ളത്തിലിറങ്ങി. സ്തോത്രം. അപ്പം പ്രത്യേകമായിട്ട് ആ ചിത്രമൊക്കെ ഇങ്ങനെ ഫേസിലോട്ട് ഒപ്പിയെടുത്ത് സ്തോത്രം. ഭയങ്കര സന്തോഷം. സ്നാനപ്പെട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പം അപ്പച്ചൻ ചോദിച്ചു, എല്ലാ അമ്മയുടെയും തെണ്ണം അങ്ങ് തീർന്നു? ഞാൻ പറഞ്ഞു, മനസ്സിലായോ? എല്ലാവരുടെയും ദണ്ണം അങ്ങ്. അപ്പം അപ്പച്ചൻ എന്തിനാ സ്നാനപ്പെട്ടത്? ദണ്ണം മാറാൻ വേണ്ടി. അങ്ങനല്ല, യേശുക്രിസ്തുവിന് വേണ്ടി ചേരുവാൻ വേണ്ടിയാണ്. അപ്പം സ്നാപകൻ സ്ഥാനാർത്ഥിയെ വെള്ളത്തിൽ
മുക്കിയെടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം തലയിൽ കൈവച്ചിട്ട് പറയും, സ്തോത്രം, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ സ്നാനജലത്തിൽ നിന്നെ ആമേൻ സ്തോത്രം മുക്കുകയാണ്. ഇത് എല്ലാവരെയും കേൾക്കുന്ന വിഷയമാണ്. എന്നിട്ട് കയറി വരാൻ നേരത്തെ ഒരു വാചകം കൂടെ പറയും. ആരെങ്കിലും ഓർമ്മയുണ്ടോ? കേട്ടായിരുന്നോ അത്? കേട്ടെങ്കിൽ പറ. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, എന്നാൽ നീയും ജീവന്റെ കിരീടം പ്രാപിക്കും. ഇത് പറഞ്ഞിട്ട് നമ്മളെ കയറ്റിവിടുന്നത്. സ്തോത്രം. അപ്പൊ പൗലോസിന് സംശയമായി, സ്നാനത്തിൽ എന്തായാലും പരിശുദ്ധാത്മാവുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതാണ്? അവിടെ സ്നാനം മാനസാന്തര സ്നാനമാ. യോഹന്നാന്റെ ശിഷ്യന്മാരാ. ഇവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൗലോസ് സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. 2 പ്രാവശ്യം സ്നാനപ്പെടുത്തിയ അവൻ ഒരു സന്ദർഭം മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളൂ. ഇതാണ് അവൻ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 18-ാമത്തെ അധ്യായം. സ്തോത്രം. ആമേൻ. 19-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യണം. അവരേതാണ്ട് 12 പേരോളം ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുക. തുറന്നസിന്റെ പാഠശാല എടുത്തുകൊണ്ട് പൗലോസ് ബൈബിൾ സ്റ്റഡി അവിടെ ആരംഭിച്ചു. ഒരു വിശാലമായിട്ടുള്ള ശുശ്രൂഷയുടെ ബേസ് ആമൻ പൗലോസ് അവിടെ ഇട്ടു. എഫെസോസ് താൻ കേന്ദ്രീകരിക്കുന്നെങ്കിലും ആമൻ സ്തോത്രം ആസിയയുടെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകളുണ്ടല്ലോ, ആമൻ അവിടെയൊക്കെ ദൂതുകൾ കൊടുക്കുമ്പോൾ പൗലോസിന്റെ ഈ 3 വർഷത്തെ മിഷണറി പ്രവർത്തനത്തിൽ ഉണ്ടായ സഭകളാണ് ഇതൊക്കെ. ഇത് മാത്രമായിട്ട് 7 എഴുതിയിട്ടുള്ളെങ്കിലും ചുറ്റുവട്ടത്തിൽ അനേക സഭകൾ പൗലോസ് സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായി എന്ന് നമുക്ക് ആമൻ പഠനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ടിടയാകുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ പൗലോസ് അവിടെ ആമൻ സ്തോത്രം ആമൻ പൗലോസിന്റെ ശുശ്രൂഷയാൽ സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായി. അപ്പം അവരോട് എന്താ ചോദിച്ചത്? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കും അറിയാം പരിശുദ്ധാത്മാവിനെ പറ്റി. നമുക്കും അറിയാം. പലരും ചിന്തിച്ചിരിക്കുന്നത് ഒരു പാട്ട് പാടുമ്പം ഒരു പ്രാവശ്യം കൂടെ പാടി ഏറ്റവും ഒടുവിൽ എല്ലാവരും കൂടെ കൈയടിച്ച് ഇളകുന്നതാ പരിശുദ്ധാത്മാവെന്നാ പലരും ചിന്തിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നതല്ലയോ നല്ലത്? വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ്? എന്താ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്? ചിലർ വിചാരിക്കുന്നൊരു ശക്തിയാണ്. ഇതൊക്കെ പറയാൻ പറ്റുമെങ്കിലും പരിശുദ്ധാത്മാവ് ആരാണ്? 2 ചിന്തകൾ ഞാൻ ഓർപ്പിച്ചിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. സ്തോത്രം. എടുത്താട്ട് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം എടുത്തേ. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. കണ്ട ആ പദം ശ്രദ്ധിച്ചോ? മനുഷ്യനോടല്ല. അപ്പോസ്തലപ്രവൃത്തി 5-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഭാഗമാണ്, നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഭാഗമാണ്. അനന്യാസ് സഫീറയും അവർക്കുണ്ടായിരുന്ന നിലം വിറ്റു. നിലം വിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കുപ്രോസ് ദ്വീപുകാരനായ ബർന്നമാസ്. തനിക്കുണ്ടായിരുന്ന ഒരു നിലം വിറ്റ് അത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഒന്നുകിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ അദ്ദേഹത്തിന് മാന്യമായൊരു സ്ഥാനമോ സഭയ്ക്കകത്തേക്കത്തിന് ഒരു ബഹുമാനമോ ഉണ്ടായിരിക്കാം, നമുക്കറിയാൻ മേല. ഇദ്ദേഹം ആ കാര്യം ചെയ്തത് വിശ്വസ്തയോടെയാണ്. ഇത് കണ്ടിട്ട് സഭയ്ക്കകത്തൊരു സ്ഥാനമുണ്ടാകാൻ വേണ്ടി അനന്യാസും സഫീറയും കൂടി തീരുമാനിച്ചു, നമ്മുടെയും ഒരു നിലം വിൽക്കാം, എന്നിട്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഈ പണം കൊണ്ട് കൊടുക്കാം. നിലമെല്ലാം വിറ്റ് പണം കൈ വന്നപ്പം സാത്താൻ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത കൊടുത്തു, ഇതെല്ലാം കൂടെ അങ്ങ് കൊടുക്കേണ്ട, ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് മറ്റു ഭാഗം നമുക്ക് കൊണ്ട്. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ? ഇടയ്ക്കൊരു സ്വോത്രമൊക്കെ പറയണ്ടായി. നിങ്ങൾ ഗ്രഹിച്ചിരിക്കുകയാണെങ്കിലും ഓക്കെ, പ്രൈസിലോ. അപ്പോൾ ഒരു ഭാഷം മാറ്റി വെച്ചിട്ട് മറ്റൊരു പോർഷൻ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്?
നിലം വിറ്റത് മുഴുവനും ഞങ്ങൾ ഇവിടെ, അതാണ് ഇവിടെ പ്രശ്നം. സ്തോത്രം. നിലം വിറ്റത് തെറ്റല്ല, പണം വാങ്ങിച്ചത് തെറ്റല്ല, ഒരു പോർഷൻ മാറ്റി വെച്ചതും തെറ്റല്ല. സ്തോത്രം. ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത് എല്ലാം കൊണ്ട് കാൽക്കൽ വെച്ചു എന്ന് പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ അവിടെ ഹൃദയത്തെ വശീകരിച്ച് അപ്രകാരം ഒരു ചിന്ത കൊടുക്കുവാനായിട്ടിടയായി. ദാവീദിന് പണ്ട് ജനത്തെ എണ്ണാൻ അവന്റെ ഹൃദയത്തെ ബാധിച്ചില്ലേ? സ്തോത്രം. ഒരു തോന്നൽ കൊടുത്തില്ലേ? എന്നതുപോലെ ഈ പണം കയ്യിൽ വന്നപ്പോൾ ഇവിടെ ഹൃദയത്തിനകത്തൊരു ചിന്ത, ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം കൊടുത്താൽ മതി. അപ്പോസ്തലന്മാർ അതറിഞ്ഞില്ല, അവിടെ ആരാധിക്കുന്ന ജനം അറിഞ്ഞില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് കണ്ടു. അതാ നമ്മുടെ ദൂത്. സ്തോത്രം. എന്താ പരിശുദ്ധാത്മാവ് കാണാൻ കാരണം? പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ 4-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചേച്ച. അത് വിൽക്കുന്നതിന് മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യനോടല്ല. അപ്പോൾ ഇന്ന് രാത്രികാലം എല്ലാവരും പഠിച്ചാട്ട് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. ദൈവം സർവശക്തനാണ്, അവൻ പരിശുദ്ധാത്മാവും ശക്തനാണ്. അതുകൊണ്ടാ വിളിച്ചു പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന് ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റുവാനായിട്ടിടയാകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ച് ആരാധിക്കണം. ആ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്യം പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആധികാരികതയുണ്ടാകും. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഇസ്രായേൽ തത്വത്തിൽ ആത്മീയമായി പരാജയപ്പെട്ടൊരു സമയം. ശത്രുവിന്റെ കയ്യിൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു. 3 പ്രാവശ്യമായിട്ടാണ് യെരൂശലേമിൽ നിന്നും ജനത്തെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. 70 വർഷം കഴിയുമ്പോൾ അവർ മടങ്ങി വരുമെന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചതനുസരിച്ച് കോരശിന്റെ രാജാവ്, കോരശ് എന്ന് പറഞ്ഞ രാജാവിനെ ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തി. സ്തോത്രം. പോകാനായിട്ടുള്ള അവൻ ഓർഡർ ഇട്ടപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് അവർ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പോയത്. 3 പ്രാവശ്യമായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. 1-ാമത്തെ ഗ്രൂപ്പ് മടങ്ങി വരുന്നത് സെരുബാബേലിന്റെ നേതൃത്വത്തിലാണ്. അപ്പം ദേവാലയം ഇടിക്കപ്പെട്ടു. നാമാവിശിഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം കടന്നു വന്ന് ആദ്യമായിട്ട് അവർ ചെയ്തത് ആലയത്തിന് അടിസ്ഥാനമിട്ടു. 2 കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഈ ഭാഗം ഞാൻ ഓർപ്പിക്കാം. 2-ാമത്തെ ഗ്രൂപ്പ് കടന്നു വന്നത് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിലാണ്. സ്തോത്രം. അപ്പൊ ആലയം അവിടെ പണിയപ്പെട്ടു. ജനം 70 വർഷമായിട്ട് ന്യായപ്രമാണത്തിൽ നിന്ന് വളരെ അന്യപ്പെട്ടിരിക്കുക. എസ്രായുടെ റോൾ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവഭക്തിയിൽ നിന്ന്, ദൈവ ആലോചനയിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവത്തിങ്കിലേക്ക് പണിതുകൊണ്ടുവരികയാണ്. 3 പണികളവിടെ. 3-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെഹമ്യാവിന്റെ നേതൃത്വത്തിലാണ്. ആലയം പണിതു, ജനം ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ സുരക്ഷിതത്വത്തിന്റെ മതിലില്ല. പട്ടണം തുറന്നു കിടക്കുക. അപ്പൊ ഇസ്രായേലിനെതിരായിട്ട് ജനമെല്ലാം ആവലോടെ നിൽക്കുകയാണ്. ഒരു മൈനോറിറ്റി, അവർക്ക് പട്ടണത്തിന് മതിലില്ല. ഏത് സമയവും അവരെ അറ്റാക്ക് ചെയ്യാം. അപ്പോഴാണ് സെഖര്യാവ് പ്രവചിക്കുവാനായിട്ടിടയായത്. യെരൂശലേം അതിന്റെ ആളുകളുടെയും മൃഗങ്ങളുടെയും നിമിത്തം വാതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അതിന് ചുറ്റും ഒരു തീമതിലായിരിക്കും.
ശമന ഹന്തര റമന ഘടക ഇന്നലകളിൽ നിന്നെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, മുടിച്ചു കളയുവാൻ, വാഹനങ്ങളെ ആമേൻ തകർത്ത് കളയുവാൻ, പല നിലവാരത്തില് ദൈവമക്കൾക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ പരിശുദ്ധാത്മാവില് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്താ തൊടാഞ്ഞെന്നറിയാമോ? കഴിവല്ല പ്രിയപ്പെട്ടവരെ, മിടുക്കല്ല ദൈവമക്കളെ, പണത്തിന്റെ ശേഷിയല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുക, നീ അറിയാത്തൊരു തീമതിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തോത്രം പറയണം. ഒന്നാമത്തെ ഗ്രൂപ്പ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് വന്ന് ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ തദ്ദേശീയരായ ആളുകൾ ദേശാധിപതിയെ ഇളക്കിക്കൊണ്ട് ആലയത്തിന്റെ പണി ബ്ലോക്ക് ചെയ്തു. നീണ്ട 16 വർഷം ആലയത്തിന്റെ പണി മുടങ്ങി. എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. രാജാവ് ഓർഡർ ഇട്ടല്ലേ, ആലയത്തിന്റെ പണി മുടങ്ങി. ഹഗ്ഗായിയെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഹഗ്ഗായി പ്രവചിക്ക്, എൻ്റെ ജനത്തെ ശക്തീകരിക്ക്. ആമൻ. ഈ ആലയത്തിന്റെ മുമ്പിലത്തെ സ്ഥിതി പിന്നത്തേതിൽ അതിമഹത്തരമായിരിക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. അവൻ പലത് ഇടിച്ചത് കൊണ്ട്, പലത് തകർത്തത് കൊണ്ട് ശത്രു വിചാരിക്കുന്നത് ഇവിടം കൊണ്ട് നീ അവസാനിച്ചെന്ന്. പക്ഷെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിന്റെ മുമ്പിലുള്ള മഹത്വം വലുതാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ അല്പസമയ കരങ്ങളടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് വിശ്വസിക്കുന്നവർ ആത്മമണ്ഡലം ഏറ്റെടുത്ത് സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, തലമുറയെ നോക്കിക്കൊണ്ട് പിശാച് പറയുക, ചിലത് ഞാൻ ഇടിച്ചല്ലോ, ചിലത് ഞാൻ തകർത്തല്ലോ, ഇനിയും പണിയപ്പെടത്തില്ല. ആത്മാവ് ഞാൻ ദൂത് പറയുക, ശത്രു ഇടിച്ച ചിലതിന് പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ദൂത് പറയുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്, പ്രവചന ദൂതാണ്, ആത്മാവ് ഇടപെടുന്ന ദൂതാണ്. പൊളിച്ച ചില വിഷയങ്ങൾ, ശത്രു ഇടിച്ച ചില വിഷയങ്ങൾ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലതിനെ ദൈവം പണിയും, ചിലതിന് അടിസ്ഥാനമിടും, അതിനുള്ള വഴികൾ ദൈവം തുറക്കും, അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ചാരാധിക്കട്ടെ. എവിടേക്കോ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക, എവിടേക്കോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്റെ ഭാവിയെ പൊളിച്ചെങ്കിൽ, തലമുറയുടെ പല വിടുതലുകളെ ശത്രുവാകുന്നവൻ തകർത്തെങ്കിൽ, അന്തൽ കമന അടക ജാന ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയെങ്കിൽ, ആത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയാ, ശത്രുവെ നിനക്ക് പൊളിക്കാനൊരു സമയമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് പണിയാനൊരു സമയമുണ്ട്. ഹഗ്ഗായിയുടെ ദൂത് ജനത്തെ ശക്തീകരിച്ചതായിരുന്നു. സെരുബാബേലിന് ദൈവം ആലോചന പറയുക, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? അതിന്റെ അർത്ഥം പിടികിട്ടിയോ? 16 വർഷമായിട്ട് ആലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുക. ഇതൊരു മഹാപർവ്വതം പോലെയുള്ള വിഷയമാണ്, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയമാണ്. രാത്രി ഏതൊക്കെയോ മേഖലകളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. മഹാപർവ്വതം പോലെ, മഹാപർവ്വതം പോലെ ഊണിലും ഉറക്കത്തിലും നിന്റെ സ്വസ്ഥത കെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് വിവേചിച്ചുകൊണ്ട് ദൂത് പറയുന്നത്, നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില മേഖലകളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. അത് സമഭൂമിയായി തീരും. കൃപ പ്രാപിച്ച ദൈവമക്കള് ആത്മാവിൽ പറഞ്ഞു തുടങ്ങ്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മഹാപർവ്വതം പോലെ പിശാച് ഉയർത്തിയ ചില വിഷയം ഈ പ്രാർത്ഥനയ്ക്കകത്ത് സമഭൂമിയായി മാറാൻ പോകുക.
അവിടെയാ വചനത്തിന്റെ പ്രസക്തി. സെരുബാബേലിന്റെ മുമ്പുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും. കൃപ എന്ന അർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് എന്തെല്ലാം ഗുണവിശേഷങ്ങളുണ്ടോ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, ഇത് കേവലം ഒരു ശക്തിയല്ല, കൈയടിക്കുമ്പോൾ ഇളകുന്ന ഒന്നല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പഠിക്കാൻ, പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ടെന്ന് പഠിക്കാൻ. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരറിഞ്ഞില്ല, അവിടെ ആരാധിച്ച ജനം അറിഞ്ഞില്ല ഇവര് കളവ് കാണിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ശക്തമായി വിളിച്ചു പറയുന്ന മെസ്സേജിന്റെ ഒരു ഭാഗം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുവാണ്. ഇസ്രായേൽ സഭയ്ക്ക് പറ്റിയ തെറ്റെന്താണ്? യെശയ്യാവിന്റെ പ്രവചനം 63-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ. ആന്റി ഒന്നുകൂടെ വായിക്കാമോ? സോറി, 10-ാമത്തെ വാക്യം മുതൽ ആന്റി തന്നെ വായിച്ചോട്ടെ. എന്നാൽ അവര് മത്സരിച്ച്, അപ്പം പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റും? ദുഃഖിപ്പിക്കാൻ പറ്റും. ആ ഭാഗം ഒന്ന് എടുത്തു വെച്ചോണേ. നമുക്ക് 2-ാമത്തെ ഭാഗത്ത് അത് കുറച്ചുകൂടെ ആധികാരികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആ ഭാഗം എടുത്തു വെച്ചു, ഞാൻ വായിപ്പിക്കാം. അപ്പം സഭ കണ്ടില്ല, ആര് കണ്ടു? പരിശുദ്ധാത്മാവ് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തെയും ഹൃദയത്തിന്റെ ഉൾപ്പുകളെയും അറിയാകുന്ന ഒരുവനാണ് പരിശുദ്ധാത്മാവ്. രാത്രി നിന്റെ ഹൃദയത്തിന്റെ ചില നൊമ്പരങ്ങൾ, ഹൃദയത്തിന്റെ ചില വേദനകൾ, ആരോടും പറയാത്ത ചില വിഷയങ്ങൾ കാണുന്നൊരു പരിശുദ്ധാത്മാവ് അകത്ത് ഇന്ന് രാത്രിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളൊക്കെ സ്തോത്രം ചെയ്താട്ടെ. നിന്റെ ചില തകർച്ചകൾ, നിന്റെ ചില കണ്ണുനീരുകൾ, നിന്റെ ചില വേദനകൾ, നിന്റെ ചില ഒറ്റപ്പെടുത്തലുകൾ, അകത്ത് ഞരങ്ങുന്ന ചില മണ്ഡലങ്ങൾ, അകത്ത് വേദനിക്കുന്ന ചില മണ്ഡലങ്ങൾ, ഓർത്തോർത്ത് കരയുന്ന ചില മണ്ഡലങ്ങൾ, നിന്നെ ഞെരുക്കുന്ന ചില തലങ്ങൾ ഇന്ന് രാത്രിയിൽ ആമൻ അടുത്തിരിക്കുന്ന ആളിന് അതിന്റെ ഉള്ള അവസ്ഥ അറിയത്തില്ല, അടുത്തിരിക്കുന്ന ആളിന് അറിയത്തില്ല, മുൻപിലും പുറകിലും ഇരിക്കുന്ന ആളിന് അറിയത്തില്ല. പക്ഷേ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക, നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അതറിയാം. യാക്കോബ് അപ്പന്റെ വീട് വിട്ടിട്ട് തന്റെ അമ്മാച്ചനായ ലാബാന്റെ വീട്ടിലേക്ക് പോയി അല്ലേ? അപ്പന്റെ വീട് വിട്ടിട്ട് കറക്റ്റ് 40 മൈല് അവിടെ ചെന്നപ്പോ സൂര്യൻ അസ്തമിച്ചു. ഒരു കാര്യം വ്യക്തം, ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഓട്ടം തുടങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് ഇടയ്ക്ക് എത്ര മൈൽ ഓടാൻ പറ്റും? 40 മൈൽ, 60 കിലോമീറ്റർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓടി നോക്ക്. 60 കിലോമീറ്ററേ പറ്റും, 40 മൈലേ പറ്റത്തുള്ളൂ. 40 മൈലായപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഇതുവരെ വീട്ടിനകത്ത് അമ്മയോട് ചേർന്ന് ആ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച മനുഷ്യനാണ് ഈ യാക്കോബ് എന്ന് പറയുന്നത്. വിജനമായ സ്ഥലം. ആവർത്തന പുസ്തകത്തിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ കുറുക്കന്മാരുടെ ഓളി കേൾക്കുന്ന ശബ്ദം. എല്ലാം അവന് അപരിചിതമായിട്ടുള്ള ഒരു ഇടമാണ്. ഒരു 1-2 ദൂത് പറയാനായി വരുന്നതേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ.
അപ്പം സൂര്യനെ അസ്തമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹിംസ്രജീവികൾ. അവനൊരു കല്ല് ഇങ്ങോട്ടെടുത്ത് തലയണയായിട്ട് വെച്ചു. കാരണം 60 മൈൽ ഓടി വരികയല്ലേ, 40 മൈൽ ഓടി വരികയല്ലേ, 60 കിലോമീറ്റർ ഓടി വരികയല്ലേ. പെട്ടെന്ന് യാക്കോബ് അങ്ങ് ഉറങ്ങിപ്പോയി. കല്ല് തലയണയായിട്ട് വെച്ചൊന്ന് കിടന്നതേ ഉള്ളൂ. ആരും ഉറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ ഉറക്കം ദൈവമക്കൾക്ക് ദൈവം തരുന്നൊരു വരദാനമാണെന്ന് തോന്നുന്നു. എവിടെ കിടന്നാലും ഉറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആരേ ഉള്ളൂ? ദൈവമക്കളാണ്. ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ ചില ഉറങ്ങി സഭായോഗത്തിലും ഇപ്പം ഉറക്കും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത, ഉണർന്നു വരുമ്പം 2 ഗ്ലോറി പറയുമെന്നുള്ളതാണ്. സ്വത്രം. ചില ഉറങ്ങി അങ്ങ് 3-ാം സ്വർഗത്തോളം പോയാലും ഉണർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം ഞാനിങ്ങനെ പറയും, ആമേൻ അസ്ഥാനത്ത് കയറി ഗ്ലോറി പറയുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം, പുള്ളി 3-ാം സ്വർഗം പോയിട്ട് വന്ന ആളാണ്. ഇവിടെ ആരുമില്ല. ഒരു സ്വത്രം പറഞ്ഞു പോട്ടെ. അവിടെയൊക്കെ തൊട്ടാൽ ദൂത് ഇങ്ങനെ അങ്ങ് പോകും. നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. ഈ മർമ്മപ്രധാനമായ വിഷയം നമ്മൾ ഓർപ്പിക്കും. ആമേൻ സ്വത്രം. അടുത്ത 2-3 സെക്ഷനേ നമുക്കുള്ളൂ. 2 ദിവസം കൂടെ ഇനിയുള്ളൂ. വലിയ കാര്യം നമുക്ക് പഠിക്കാൻ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഉറങ്ങിയപ്പോൾ അവനൊരു ദർശനം കാണുക. പറ, നിങ്ങളോട് ചേർന്ന് പറ. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. ദൈവത്തിൻ്റെ ദൂതന്മാരെ കയറുകയും, സാധാരണ ഒരു ഗോവേണി വെച്ചാൽ ദൂതൻ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയല്ലേ വരണ്ടേ. ഇവിടെ എന്താ ചെയ്യുന്നത്? കയറുകയും. അപ്പം ദാവീദിനോട് യാക്കോബിനോട് ദൈവം ഒരു ദൂത് കൺവേ ചെയ്യുക, ദൂത് കൈമാറുക. എടാ, നീ വിചാരിച്ചത് ഈ മരുഭൂമിയിൽ കഴിഞ്ഞ 40 മൈലുകൾ നീ യാത്ര ചെയ്ത് വന്നല്ലോ, നീ ഒറ്റയ്ക്കാണെന്നാണ് നീ ചിന്തിച്ചത്. ബട്ട് യു ആർ നോട്ട് അലോൺ. നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല. അപ്പൻ്റെ വീട് വിട്ടപ്പോൾ മുതൽ സ്വർഗീയ അപ്പച്ചൻ്റെ ഉള്ളങ്കരത്തിലാ നീ. പഴയ പള്ളി വിട്ടപ്പോൾ, മദ്ബഹ വിട്ടപ്പോൾ, ത്രോണോസ് വിട്ടപ്പോൾ, കുടുംബക്കല്ലറ വിട്ടപ്പോൾ, കുടുംബക്കാരെ വിട്ടപ്പോൾ, അവൻ പെന്തക്കോസ്തിൽ പോയപ്പോൾ, കലക്ക വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ നിന്നെ ശപിച്ചവരുണ്ട്, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞവരുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ശപിച്ചവരുണ്ട്, അവൻ നീ മുടിഞ്ഞു പോയെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുക, കുറയ്ക്കാതെ നിന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുക, നീ ഒറ്റയ്ക്കല്ല. ഈ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. ഞാനൊരു പാട്ട് പറയാം, കുഞ്ഞുങ്ങൾ പാടാമോ? അനാഥേ നല്ല ഞാൻ, ആശരണേ നല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തിരുമാർവിൽ നിന്നും ചാരിടും ഞാൻ താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ താൻ വാഴുകയാകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്ത ഇന്ന് രാത്രി പഠിക്കുന്ന നീ അനാഥനല്ല, നീ അശരണനല്ല. നിനക്ക് ചോദിക്കും പറയുവാനും ഒരു പിതാവുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി സ്തുതിച്ച് ആരാധിച്ചാട്ട്. എവിടെ തകർച്ച വന്നോ, എവിടെ ഇടിവ് വന്നോ, എവിടെ ഭാരം വന്നോ, റമന ഹദന അധുര മനഘടകതന ഭക്ഷംധൽ കമന ഘടകതനസ്യ, ഇന്ന് രാത്രി പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
മഞ്ഞ് വീഴുന്നൊരു സമയത്ത് ഒരു മനുഷ്യൻ വാഹനം ഓടിച്ചു പോകുകയാണ്. എങ്ങനെയോ തന്റെ വാഹനം നിന്നു. അദ്ദേഹം വെളിയിലിറങ്ങി, ബോണറ്റ് പൊക്കി, അദ്ദേഹം കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. തനിക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. ആ തണുപ്പുള്ള സ്ഥലത്ത് ഭാരത്തോടെ, വേദനയോടെ മനുഷ്യൻ നിൽക്കുമ്പോൾ പുറകിലായിട്ടൊരു കാറ് വന്ന് ചവിട്ടി നിർത്തി. വയോവൃദ്ധനായൊരു മനുഷ്യൻ. അദ്ദേഹം കാര്യമെന്താണെന്ന് ചോദിച്ചു. സ്തോത്രം. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അദ്ദേഹം ഏതോ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടിടയായി. പോകാൻ നേരത്ത് ആമൻ സ്തോത്രം, അദ്ദേഹം ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടാ പോയത്. ഹല്ലേലൂയ. നോക്കിയപ്പോൾ ഹെൻറി ഫോർഡ് എന്ന അവൻ മനുഷ്യന്റെ വിസിറ്റിംഗ് കാർഡ്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഈ വാഹനം അവൻ പ്രൈസ് ദി ലോർഡ് അവൻ മാനുഫാക്ചർ ചെയ്യാനായിട്ടിടയായത്. അദ്ദേഹത്തിന് അറിയാം എവിടെയാ കേടെന്ന്. ഇന്ന് രാത്രിയിൽ നിനക്കൊരു ഉടമസ്ഥനുണ്ട്. എവിടാ ഫോൾട്ടെന്ന്, എവിടാ ഭാരമെന്ന് ഇന്ന് രാത്രി അവിടുത്തേക്ക് അറിയാം. എന്തോ ദൈവാത്മാവിന്റെ ശക്തമായ വ്യാപാരം ഇന്ന് രാത്രിയിലൂടെ അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹെൻറി ഫോർഡിന്റെ ഒരു കരം അവിടെ ടച്ച് ചെയ്തപ്പോൾ അവൻ നിന്നുപോയ വാഹനം അവൻ സ്റ്റാർട്ടായെങ്കിൽ ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോടുള്ള ബന്ധത്തില്, നിന്റെ തലമുറയോടുള്ള ബന്ധത്തില് ഒരു ടച്ചിങ് മതി. ഒരു വാക്ക് മതി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് ബ്ലോക്കായി നിൽക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്ന രാത്രിയാണ്. എവിടൊക്കെയോ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുക. കാറ്റ് കാണുന്നില്ല, മഴ കാണുന്നില്ല, എങ്കിലും ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയുക. ആമേൻ. നിന്റെ മനോമുഖരത്തിൽ ഒരു വിടുതലും കാണുന്നില്ല, പ്രതീക്ഷയ്ക്കൊരു വകയും കാണുന്നില്ല. പക്ഷെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ചില വിവേചിച്ചുകൊണ്ട് ദൂത് പറയുക. വലിയ മഴയുടെ മുഴക്കമുണ്ട്. കൈപോലൊരു മേഘം സഭയ്ക്ക് വേണ്ടി പൊങ്ങിക്കഴിഞ്ഞു, കുടുംബങ്ങൾക്ക് വേണ്ടി പൊങ്ങിക്കഴിഞ്ഞു, തലമുറകൾക്ക് വേണ്ടി പൊങ്ങിക്കഴിഞ്ഞു. വലിയ മഴയുടെ മുഴക്കമുണ്ട്. റമന ഹംദര അതുൽ കമന ഘടക രഹസ്യം ധിയാരമ അംദൽ കമന ഘടക താര അവസാന ഒരു പാട്ട് പാടും. ഓ ശംദലമന്ദ രഗതലവേദ പുട്ടപരച്ച അത്തുലവട്ട വൈദമനന്ദ. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. രാത്രി ദൈവമക്കളോട് ഞാൻ ദൂത് പറയാം. ഈ യോഗത്തിൽ വന്ന സമയം മുതൽ ഹൃദയം തകർന്ന് അകത്ത് മുറിവുള്ളവരായി, ഇടത്തും വലതും ഇരുന്നവർ, മുമ്പിലും പുറകിലും ഇരുന്നവർ അറിഞ്ഞില്ല. നിന്റെ കണ്ണുനീര് തുള്ളികൾ, കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്നടർന്ന് വീണത്. ഒരുപക്ഷെ ടിഷ്യൂവോ ടവലോ അത് ഒപ്പിയെടുത്തേക്കാം. പക്ഷെ ആത്മാവിന്ന് രാത്രി ദൂത് പറയുന്നു. കണ്ണുനീർ തുള്ളികൾ, കണ്ണുനീർ തടങ്ങളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ അത് ദൂതന്മാര് ഒപ്പിയെടുത്ത് ഹല്ലേലൂയ തുരുത്തിക്കകത്താക്കി കഴിഞ്ഞു. കണ്ണുനീര് ചാലിച്ച നിന്റെ പ്രാർത്ഥനയുടെ ആമൻ ഗദ്ഗത ശബ്ദമുണ്ടല്ലോ, അത് കളക്ട് ചെയ്തുകൊണ്ട് ഈ ഗോവേണി വഴി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കരേറിക്കൊണ്ടിരിക്കുകയാണ്. വന്ന സമയം മുതൽ നിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ, കണ്ണുനീരിന്റെ തുള്ളികൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഗോവേണി വഴി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക.
ദൂതന്മാർ കയറുക മാത്രമല്ല, ചില ദൂതന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആരാ ഇറങ്ങുന്നറിയാമോ? ഇന്നലകളുടെ ഒറ്റപ്പെടുത്തലിന്റെ നടുവില്, രാത്രിയുടെ ഏകാന്തതയില് പൊട്ടിക്കരഞ്ഞ ദൈവമക്കളില്ലേ, വേദന സഹിക്കുവാൻ കഴിയാതെ വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് അവൻ റൂമിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉരുണ്ട് കിടന്ന് കരഞ്ഞ ചില വ്യക്തിത്വങ്ങളുണ്ടോ? അവരെ നോക്കിക്കൊണ്ട് ദൈവമാവ് വിളിച്ചു പറയുന്നത്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൂതൻ വഴി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സഹോദരി, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൂതൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓ ശമന ഹന്തൽ, അടുത്ത ദിവസങ്ങളിലെ ടെലിഫോൺ കോളുകൾ, ഇമെയിലിന്റെ സന്ദേശങ്ങൾ നിന്റെ വിടുതലാണ്. യെസ്, നഷ്ടപ്പെട്ടു പോയ ചിലത്, ശത്രു തടഞ്ഞു വെച്ച ചിലത്, ശത്രു പൊരുതിയെടുത്ത ചിലത്, ശത്രു അടച്ചു കളഞ്ഞ ചിലത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ഒറ്റ ദൂത് മാത്രം പറഞ്ഞ ആ ഭാഗം ഞാൻ നിർത്തുന്നു. ഒരു ഗോവേണിക്ക് എത്ര പടികൾ കാണും? ലാഡർ കണ്ടിട്ടുണ്ടോ? മുതിർന്നവർ വരെ ഒരു ലാഡറിന് ഒരു ഗോവേണിക്ക് അച്ഛൻ എത്ര പടി കാണും? എന്നാലും ഒരു ഏകദേശം പറയാൻ 80. ഓക്കെ, 60 പറഞ്ഞല്ലേ? ഒരു വിശാല ഹൃദയനാണ്. ആമേൻ. എന്താ ഇന്നത്തിലെ മെസ്സേജാണ് ഞാൻ പറയുന്നത്? യാക്കോബും സ്വർഗവുമായിട്ടൊരു 60 പടി അല്ലെങ്കിൽ 18 പടിയുള്ള ഗോപേണിയുടെ അകലത്തിലാണോ? എന്താ ഇന്നത്തിലെ മെസ്സേജ്? ധ്യാനിച്ചിട്ടുണ്ടോ? ദൂത് പറയാം. യാക്കോബിന്റെ ക്രൈസിസിന്റെ നടുവിൽ ഒരു ഗോപേണിയുടെ അകലത്തിൽ സ്വർഗമിഞ്ഞ് ചാഞ്ഞിറങ്ങി വന്നു. അതാ എൻ്റെ മെസ്സേജ്. നിന്റെ ക്രൈസിസിന്റെ നടുവില, പ്രതിസന്ധിയുടെ നടുവില സ്വർഗത്തിന്റെ അകലം കുറയുന്നത്. ആർക്കും വഹിക്കാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ഓർത്തോർത്ത് ദുഃഖിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ഞരങ്ങുന്ന ദൈവ പൈതലാണോ? പരിശുദ്ധാത്മാവ് നോക്കി ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുക, സ്വർഗത്തിന്റെ അകലം കുറയുക. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. എവിടേക്കോ ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി നടന്നു തുടങ്ങിയ കൃപ പ്രാപിച്ച ദൈവമക്കൾ ശക്തിയോടെ ആത്മാവിൽ ചേർന്ന് സ്തുതിച്ചാട്ട്. നമ്മൾ ഒരു കാര്യം പഠിച്ചു. പരിശുദ്ധാത്മാവ് ആരാ? ഒന്ന് സന്തോഷത്തോടെ പറ, ചൂട് ആരോഗ്യമായിട്ട് പറ. ഉദാഹരണം നാളെ പറയാം, ഇപ്പം പറഞ്ഞ സമയം കിട്ടത്തില്ല. കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവമാണ്. രണ്ടാമതായി നമുക്ക് നോക്കാം, പരിശുദ്ധാത്മാവ് ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. Gospel of John chapter 16 verses 7 and 8. ഞാൻ പോയാൽ അവനെ, എക്കൈനോസ്, ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദമാണ് എക്കൈനോസ്, അവനെ. ഈ മൈക്കിനെ നോക്കി ആരെങ്കിലും അവനെന്ന് പറയുമോ? സ്തോത്രം. ഈ മോൻ വെളിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറയും അവൻ വെളിയിൽ വരെ പോയതാണ്. ഒരാളെ അവനെ എന്ന് പറയണമെങ്കിൽ ഒരു പേഴ്സണാലിറ്റി വേണ്ടേ? പേഴ്സണാലിറ്റി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അങ്ങ് പഠിക്കാം. നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ടാ. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. ചേർന്ന് സ്തോത്രം പറയണം. അവൻ പാരാക്ലീറ്റോസ്,
ആശ്വാസപ്രദന. ഹല്ലേലൂയ. നമുക്ക് പകരം നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനാ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ചില നൊമ്പരങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വേദനകൾ ഇന്ന് രാത്രിയില് അതുപോലെ മനസ്സിലാക്കി പിതാവിന്റെ സന്നിധിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒരു വാക്യം മാത്രം ഞാൻ ഓർപ്പിച്ച് ഈ ഭാഗത്തിന് കൺക്ലൂഡ് ചെയ്യാൻ പോവുക. റോമാലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ട് 8-ാം അധ്യായം പെട്ടെന്ന് എടുത്താട്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം തന്നെയാണ്. അവണ്ണം തന്നെ എന്താ വാക്യത്തിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്. എന്താ ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ? അറിയാമെന്ന് പറഞ്ഞു, ഞാൻ കറക്റ്റ് ചെയ്യാം. ബലഹീനത എന്ന് പറഞ്ഞ കഴിയാത്തത്, ഒരു ചിന്തയാ, നിസ്സഹായ അവസ്ഥ. അല്ല, ചില്ല പറയത്തില്ലയോ, ഞങ്ങളുടെ അച്ഛനൊരു ബലഹീനതയുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒരിടത്ത് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ, ഒരു കൊച്ചു വീടി വലിക്കും. അപ്പം അമ്മാമ്മയുടെ കൺസെപ്റ്റിലെ ആ ബലഹീനത എന്താ? കുഞ്ഞു പീടിയ. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിനോ തെറ്റിനോ കൂട്ടു നിൽക്കുന്നെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അടുത്ത സെന്റൻസ് എന്താ? നമുക്കാണോ പ്രാർത്ഥന അറിയാൻ വയ്യാത്ത? ഏതൊക്കെ ഭാഷകൾ അറിയാം നിങ്ങൾക്ക്? പ്രാർത്ഥനയെ ദൈവത്തിന് ബൈബിൾ ക്ലാസ് എടുക്കുന്നവരാണ് നമ്മൾ. ചിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു കറക്റ്റ് ബൈബിൾ ക്ലാസ്സിൻ്റെ മോഡൽ. കൊണ്ടൊരു വീട്ടിൽ അച്ഛൻ ഭയങ്കര ചൂടൻ, അമ്മാമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അമ്മാമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥനയിൽ അച്ഛനായി കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സമയമില്ല, അതുകൊണ്ട് പോവാ. അങ്ങനെയൊക്കെയാണോ ഈ വാക്യത്തിൻ്റെ അർത്ഥം? അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ദൂത് പറയാം. ശ്രദ്ധിച്ചേക്കണേ. സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണെങ്കിൽ വാചാലമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടും. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമാകുമ്പം, സ്നേഹിച്ചവർ നമുക്കെതിരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ, നമുക്കെതിരെ അപവാദങ്ങൾ കെട്ടിച്ചമയ്ക്കുമ്പോൾ, നമ്മൾ കൈത്താങ്ങൽ കൊടുത്തവരെ, സ്നേഹിച്ചവരെ, ഒന്നിച്ച് ഭക്ഷിച്ചവരെ, ഉറങ്ങിയവരെ നമ്മുടെ വ്യക്തിത്വത്തിനെതിരെ സംസാരിക്കുമ്പോൾ, അല്ല, ചില തീവ്രമേറിയ വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഈ സമയത്ത് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ പൊട്ടിക്കരയുക. സ്തോത്രം, 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 സ്തോത്രം. കണ്ണുനീർ തുള്ളികൾ ധാരധാരയായിട്ട് വീഴുക. വാക്കുകളൊന്നും കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവിൽ വിക്കി നമ്മൾ സംസാരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തോന്നി ഇന്ന് കാര്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. കുറേ കണ്ണുനീരും അന്യഭാഷയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് അതുപോലെ മനസ്സിലാക്കി പിതാവിന്റെ സന്നിധി വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. അതാ ഈ വാക്യത്തിന്റെ അർത്ഥം. ഇനി അങ്ങനെ ഗ്രഹിച്ച് ഈ പദമൊന്ന് എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാട്ട്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാക്യത്തിന് അർത്ഥമുണ്ടോ? ശക്തിയുണ്ടോ? ഇന്നലകളിൽ ഒറ്റപ്പെടുത്തലിന്റെ ദിവസങ്ങളിൽ ആരോടും പറയുവാൻ കഴിയാതെ ഞരങ്ങിയ ചില വിഷയത്തിന്റെ മറുപടിയുമായി ഇന്ന് രാത്രി സ്വർഗമിറങ്ങുന്ന രാത്രിയാണ്. കണ്ണുകൾ ദൈവസ്ഥൻ അടച്ചു തുടങ്ങിക്കാട്ടെ. അന്തൽ രക്ഷസിയാരഗതന അന്തരേ വേദി പ്രൗഢമനാധന അന്തരാധന. അല്പസമയങ്ങൾ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യണം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കും. ഒരു വ്യാഖ്യാനം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ.
ബൈബിൾ മടക്കിയോ നിങ്ങൾ? യെശയ്യാപ്രവചനം 63 അധ്യായം 10 വാക്യം മുതൽ ഒരു ഒറ്റ ചിന്തയൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവുക. പാട്ടുകാരും റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ, അപ്പം പരിശുദ്ധാത്മാവിനെ എന്തോ ചെയ്യാൻ പറ്റും? എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കുന്നേ? പറ, എന്തെങ്കിലും ഒന്ന് പറ. പരിശുദ്ധാത്മാവിനെ ആന്റി പറ, എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ദൈവത്തിന്റെ ദാസന്മാർ ആത്മനിയോഗത്തോടെ ആലോചന പ്രാപിച്ച് ജനത്തിന് കൈമാറുമ്പോൾ മത്സരിക്കുകയാണെങ്കിൽ ദുഃഖിക്കുന്ന ഒന്ന് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1 അധ്യായം 14 വാക്യം, പെട്ടെന്ന് ഈ ഭാഗം മറിക്കരുത്. 2 കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ നിർത്താൻ സമയമായി. എഫേസ്യ ലേഖനം 1:14, എഫേഷ്യൻസ് 1:14. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ആമേൻ, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, 4 അധ്യായം 30 വാക്യം, 4:30, 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കണേ, സ്നാനം യേശുക്രിസ്തുവിനോട് ചേരാനാ. സ്നാനം യേശുക്രിസ്തുവിനോട് ചേരാനാണ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിന്റെ വരവെങ്കിൽ ഉയർപ്പിച്ചു കൊണ്ടുപോകാനുള്ളതാ. മർമ്മപ്രധാനമായ ദൂതാ ഞാൻ പറയുന്നത്. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. സ്തോത്രം, സ്തോത്രം. യെശയ്യാവിന്റെ വ്യാഖ്യാനം നാളെ പറയാം. തൊട്ട് കഴിഞ്ഞാൽ കുറെ സമയം പോകും. നമുക്കൊന്ന് ആരാധിച്ച് വേണം ക്ലോസ് ചെയ്യാൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് പഠിച്ചേ. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം. ദൈവഹിതമില്ലാത്തൊരു വാക്ക് നാവിൽ കൂടെ പുറത്തു വരുമ്പോൾ ആരും അത് പ്രതികരിച്ചില്ലെങ്കിലും നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞരങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവഹിതമില്ലാത്തതൊന്നും ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ദുഃഖിക്കുന്ന ഒരുവനുണ്ട്, പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ വാക്കുകളിലും പ്രവൃത്തികളും ഏറ്റുപറയണം. എല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവേ, ഇന്ന് എന്റെ വാക്കുകളിൽ, എന്റെ ചിന്തകളിൽ, എന്റെ പ്രവർത്തനങ്ങളിൽ, എന്റെ ഇടപാടുകളിൽ അങ്ങേ ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, എന്നോട് ഇന്ന് രാത്രി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഒരു നിമിഷം എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. അവരവരുടെ ദൈവത്തോട് സംസാരിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ പകർച്ച നടക്കും. പക്ഷെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരത്തില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. അതുകൊണ്ടാകട്ടോ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരത്തുള്ളൂ. ഇന്ന് രാത്രി തുരുത്തി പുതിയതാണെങ്കിൽ, ഇന്ന് രാത്രി നീ പോയി ജീവിതത്തിന്റെ കുറവശങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഇന്ന് രാത്രി മടങ്ങി വരുന്നെങ്കിൽ അടുത്ത ദിവസം മുതൽ ഒരു പകർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ദർശനത്തിന്റെ, വെളിപ്പാടിന്റെ, അഭിഷേകത്തിന്റെ പകർച്ച കൊതിക്കുന്ന ദൈവമക്കൾ കർത്താവിനോട് പറഞ്ഞാട്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാട്ട് ഒരു പാട്ടിന്റെ ചീലുകൾ ഇവിടെ ചേർന്ന് പാടുമ്പോൾ നമുക്കൊന്നിച്ച് കരങ്ങളടിച്ച് ആത്മശക്തി പുതുക്കുന്ന രാത്രിയായി മാറട്ടെ. കമോൺ. പരിശുദ്ധാത്മാവേ, എന്നിലൂടെ ഒഴുകണമേ.